ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭ പരിശുദ്ധ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതായ അവസരമാണിത്. ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ നോമ്പെന്നുള്ള രീതിയിൽ ഈ നോമ്പിനെ നാം കാണുകയാണെങ്കിൽ എത്ര ഭക്തിയോട്, എത്ര വിശുദ്ധിയോട്, എത്ര പ്രത്യാശയോട് നമുക്ക് ഈ നോമ്പിനെ അനുഷ്ഠിക്കുവാൻ സാധിക്കും. നോമ്പ് ദൈവം നമുക്ക് തന്ന വലിയൊരു സമ്പത്താണ്. ഭൗമികമായ സമ്പത്ത് നേടുവാൻ നാം ആഗ്രഹിക്കും. പക്ഷേ ദൈവം തന്നതായ സമ്പത്തിനെ പലപ്പോഴും കാര്യമായി പരിഗണിച്ചു എന്ന് വരികയില്ല. നോമ്പിൽ നിന്ന് വീശുന്ന വാസനയെക്കുറിച്ച് പ്രാർത്ഥനകൾ ഓർപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരു വൃക്ഷത്തിന് തുല്യമാണ്. ആ വൃക്ഷത്തിൻ്റെ വേരാണ് ഉപവാസമെന്ന് പറയുന്നത്. ഒരു വൃക്ഷത്തെ ബലവത്താക്കുന്ന അതിൻ്റെ വേരുകളാണ്. എത്രമാത്രം ആഴത്തിലേക്കാണ് വേരുകൾ പോകുന്നതോ അത്രമാത്രം ബലത്തോടുകൂടി ആ വൃക്ഷത്തിന് ജീവിക്കുവാനായിട്ട് സാധിക്കും. വൃക്ഷം ഫലം നൽകുന്നില്ല എങ്കിൽ വെട്ടിക്കളയും. എന്നാൽ വൃക്ഷം നൽകുന്ന ഫലമായിരിക്കണം ചാരിറ്റി. പ്രാർത്ഥനയാകുന്ന വൃക്ഷത്തിൻ്റെ വേരാണ് ഉപവാസം, അതിൻ്റെ ഫലമാണ് ചാരിറ്റി. ഇത് മൂന്നും കൂടി ഒന്നു ചേർന്നാണ് പോകേണ്ടത്. പ്രാർത്ഥനയാകുന്ന പക്ഷിയുടെ 2 ചിറകുകളാണ് ഉപവാസവും ദാനധർമ്മവും. പ്രാർത്ഥനയുടെ 2 സഹയാത്രികരോ കൂട്ടുകാരോ ആയിരിക്കാം ഉപവാസവും ദാനധർമ്മവും. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. എന്നാൽ 19-ാം അധ്യായം 21-ാം വാക്യത്തിൽ ദാനധർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് ചിന്തിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഇപ്രകാരം ഒന്നിച്ചു പോകുന്നതായ ഒരു അനുഭവമാണ് ക്രൈസ്തവമായിട്ടുള്ളതായ ആത്മീയതയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. കുർബാനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനയും നാം ചൊല്ലാറുണ്ട്, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട്. പക്ഷേ അല്പം മാറ്റം വരുത്തുകയാണെങ്കിൽ നോമ്പും ദാനാർത്ഥനയും കൈക്കൊണ്ട്, ദാനവും അർത്ഥവും കൈക്കൊണ്ട്, അർത്ഥനയും കൈക്കൊണ്ട് എന്ന് പറയുവാൻ സാധിക്കും. വലിയ നോമ്പിലെ അപ്രേമിൻ്റെ അനുഗ്രഹവാക്കുകൾ ഇതാണ്: 40 നാൾ ഉപവസിക്കുക, വിശക്കുന്നവന് അപ്പം കൊടുക്കുക, ഈശോയെ സുതനെപ്പോൾ ദിനം 7 വട്ടം പ്രാർത്ഥിക്കുക. ഇത് നോമ്പ് വൃക്ഷത്തിൻ്റെ വേര് പോലെ ആഴങ്ങളിലേക്ക് പോകട്ടെ. ദാനധർമ്മം വൃക്ഷത്തിൻ്റെ ഫലം പോലെ ലോകത്തെ അനുഗ്രഹിക്കട്ടെ. ആർട്ട് ഓഫ് ഗിവിങ് എന്ന് പറയുന്നതായ ഒരു ആർട്ടിക്കിളിൽ ഇപ്രകാരം കൊടുക്കുന്നുണ്ട്: വൃക്ഷം ഒരിക്കലും അതിൻ്റെ ഫലം കഴിക്കാറില്ല, നദി ഒരിക്കലും അതിലെ വെള്ളം കുടിക്കാറില്ല. വൃക്ഷത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ നാം നേടുന്നതും സമ്പാദിക്കുന്നതും മറ്റുള്ളവർക്കായി കൊടുത്താൽ എത്ര സുന്ദരമായിരിക്കും ഈ ലോകം. നദിയിലൂടെ ഒഴുകുന്ന വെള്ളം അത് കുടിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര ഫലപുഷ്ടിയുള്ളതായ ഒന്നാക്കി ഭൂമിയെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. വള്ളത്തിൽ വെള്ളം നിറയുമ്പോഴും ഭവനത്തിൽ പണം നിറയുമ്പോഴും രണ്ടും നാശത്തിന് കാരണമായി തീരും. വള്ളത്തിൽ വെള്ളം നിറയുമ്പോൾ 2 കൈയും കൊണ്ട് കോരിക്കളയുന്നത് പോലെ ഭവനത്തിൽ പണം നിറയുമ്പോൾ 2 കൈയും കൊണ്ട് ദാനം ചെയ്യുകയാണെങ്കിൽ രണ്ടും നിലനിൽക്കുവാൻ സാധിക്കും. ദാനം ചെയ്യുന്നവനാണ് ധനവാൻ. നോമ്പ് നമ്മെ ദാനം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു, നമ്മെ ധനവാന്മാരാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം തന്നതായ നോമ്പാകുന്ന നിക്ഷേപത്തിലൂടെ ദാനം ചെയ്തുകൊണ്ട് ദൈവികരായ ധനവാന്മാരായി തീരുവാനുള്ള അവസരമാണ് ഈ നോമ്പ്. നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നോമ്പിനേക്ക് വേണ്ടി മരുഭൂമിയിലേക്ക് പോവുകയാണ്.
ഈ മരുഭൂ യാത്രയിൽ 40 50 ദിവസം നീണ്ടു നിൽക്കുന്നതായ ഈ പ്രയാണത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരനുഭവം നമ്മുടെ നോമ്പിനെ ശ്രേഷ്ഠമാക്കി തീർക്കും. അവിടെയുള്ളതായ മൃഗങ്ങളോട് പോരാടിയതുപോലെ ഒരുപക്ഷെ പൈശാചികമായ പ്രവർത്തനങ്ങൾ നമ്മെ വീഴിക്കാൻ ശ്രമിക്കാം. എങ്കിലും പരിശുദ്ധാത്മശക്തി ഉള്ളതുകൊണ്ട് നോമ്പിൻ്റെ അവസാനത്തിൽ കർത്താവിനെ മാലാഖമാർ ശുശ്രൂഷിച്ചതുപോലെ മാലാഖമാർ ശുശ്രൂഷിക്കുന്നതായ ഒരനുഭവം നമുക്കുണ്ടാകും. നേരത്തെ ഓർപ്പിച്ചതുപോലെ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയും ചില ചിന്തകളും ചേർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വചനങ്ങളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. 19-ാം സങ്കീർത്തനം 14-ാം വാക്യം. ആ പ്രാർത്ഥന വീണ്ടും വലിപ്പപ്പെടുത്തുകയാണ്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ മേശയിലെ ഭക്ഷണവും എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും എൻ്റെ ചെവിയുടെ കേൾവിയും എൻ്റെ മൂക്കിൻ്റേതായ മണവും എൻ്റെ കൈകളുടെ പ്രവൃത്തിയും കാലുകളുടെ നടത്തവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. ശരീരം മുഴുവനായി ആത്മശരീരം മനസ്സുകൾ ഒരുമിച്ച് നോമ്പ് നോറ്റുകൊണ്ട് ഈ നോമ്പ് അനുഗ്രഹകരമായി തീരുവാൻ ദൈവമായ കർത്താവേ, ഇന്നേ ദിവസം പാപം കൂടാതെ ഇരിക്കുവാൻ ഞങ്ങളെ യോഗ്യതയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവമായ കർത്താവേ, ഈ നോമ്പിൻ്റെ നാളുകളിൽ പാപം കൂടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. മാലാഖ